സുധീർ ഷാ പാലോട് കാൻഡിഡേറ്റ് ആകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഷാഫിയുടെ ദൗർബല്യങ്ങളുടെ ബെനിഫിഷ്യറിയാണ്. GRL കേരളത്തിൽ മുഴുവൻ ചോദിച്ചിട്ട് ആൾക്കാരോട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ GRL ആരാന്ന് ചോദിച്ചാലും ചിലപ്പോൾ അറിയത്തില്ല. GRL വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് അഴിമതി നടന്നു. GRL അറിയാതെ BRF ഷഫീറിനെ വെട്ടാൻ വേണ്ടിയിട്ട് അടൂർ പ്രകാശും ഷാഫി പറമ്പിലും കൂടെ ഒത്തിട്ടുള്ള കളിയായിരുന്നു സുധീർ ഷാ പാലോടിനെ ഇറക്കിയത്. സുധീർ ഷാ പാലോട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അമ്പലത്തിലൊക്കെ പോയിട്ട് പുട്ടുമുട്ട് പിന്നെ നാടകം കളിച്ചുകൊണ്ടിരിക്കുക. SDPയുടെ സ്ലീപ്പർ സെല്ലാണ്. ഇവർ നോക്കിയപ്പോൾ ഇപ്പുറത്തെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വന്നാൽ അപ്പുറത്തെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ ഇടണ്ട. അപ്പം അവിടെ നേരെ മീനങ്കൽ കുമാറിനെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യാൻ പറ്റും. രാജഭായ് നമസ്കാരം. നമസ്കാരം. രാജഭായ്, പ്രധാനപ്പെട്ട 2 നിയോജക മണ്ഡലങ്ങളാണ് വാമനപുരവും അതോടൊപ്പം തന്നെ നെടുമങ്ങാടും. ഈ വാമനപുരം നെടുമങ്ങാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ വിവാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ SDPI സ്ഥാനാർത്ഥിയാണ് വാമനപുരത്ത് മത്സരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വിവാദങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നെടുമങ്ങാട് അടൂർ പ്രകാശിൻ്റെ ചില പിടിവാശികളെക്കുറിച്ചും ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ 2 മണ്ഡലങ്ങളിലെ വിവാദങ്ങളെ? ഇത് രണ്ടും കണക്ട് ചെയ്യേണ്ടതാണ്, വാമനപുരവും നെടുമങ്ങാടും. അത് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നെടുമങ്ങാടിലെ തർക്കത്തിൽ നിന്നാണ് വാമനപുരത്തെ SDPയുടെ ആളെന്ന് പറഞ്ഞാൽ SDPയുടെ സ്ലീപ്പർ സെല്ലിൽപ്പെട്ട ആളാണ് ഷാഫി റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നത്. നേമൻ ഷജീറിനെ പോലെ കൊണ്ടുവന്നിട്ടുള്ളതാണ് സുധീർ ഷാ പാലോട്. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ അതാണ്. ഇത് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയിട്ട് പൊട്ടൊക്കെ തൊട്ടിട്ട് കാരണം മതകരവാദിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അഭ്യാസങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. സുധീർ ഷാ പാലോട് കാൻഡിഡേറ്റ് ആകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഷാഫിയുടെ ദൗർബല്യങ്ങളുടെ ബെനിഫിഷ്യറിയാണ്. ഷാഫിക്കുള്ള വ്യക്തിപരമായ ചില ദൗർബല്യങ്ങളുണ്ടല്ലോ, ആ ദൗർബല്യങ്ങൾക്കകത്ത് പറ്റുന്ന ചെറുപ്പക്കാരൊക്കെ കൂട്ടി നിൽക്കുമോ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതുപോലെ തന്നെ ആ കൂട്ടത്തിൽപ്പെട്ട ചില ഷാഫിയുടെ ചില പ്രശ്നങ്ങൾക്ക് ഉള്ള പിന്നെ ഒരു പ്രതിവിധിയാണ് കൃത്യമായി സന്തോഷിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണ്. അപ്പം അതിനെല്ലാവരും ആണുങ്ങളെ കിട്ടത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഷാനിബിനെ പോലുള്ളവർ പാലക്കാട് ജില്ലയിൽ നിന്ന് പിന്നെ കോൺഗ്രസ് വിട്ട് പോയത്. കാരണം ഒന്നുകിൽ ഇതിന് വഴങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് നിൽക്കാൻ അവരെ വളർത്തത്തില്ല എന്നുള്ള രീതിയാണ്. അതിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ നെടുമങ്ങാട് സീറ്റിൽ നിന്നാണ് തുടക്കം. നെടുമങ്ങാട് സീറ്റിൽ കോൺഗ്രസ് അവിടെ CPIയുടെ GRNലാണ് വളരെ മാന്യനായ ഒരു മനുഷ്യനാണ്. BJPയുടെ എനിക്ക് തോന്നുന്നു യുവരാജ് ഗോകുലാണ്. യുവരാജ് ഗോകുലും നല്ലൊരു ഡിബേറ്ററാണ്, നല്ല ചെറുപ്പക്കാരനാണ്. പിന്നെ GRL കേരളത്തിൽ മുഴുവൻ ചോദിച്ചിട്ട് ആൾക്കാരോട് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ GRL ആരാന്ന് ചോദിച്ചാലും ചിലപ്പോൾ അറിയത്തില്ല. കാരണം പുള്ളി അങ്ങനെ ഒരു ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കി അല്ലെങ്കിൽ മീഡിയമാനെയൊന്നും ബാധിക്കാതെ പുള്ളിയുടെ പണിയെടുത്ത് പോകുന്ന സൈലൻ്റായിട്ട് പോകുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള മാന്യനായ മനുഷ്യനാണ്. പക്ഷേ GRNലെ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് അഴിമതി നടന്നു. GRNൽ അറിയാതെ CPIയുടെ സംസ്ഥാന കമ്മിറ്റി കൗൺസിൽ അംഗമായിരുന്ന മീനങ്കൽ കുമാർ ആണ് മീനങ്കൽ കുമാറാണ് ഇപ്പോൾ കാൻഡിഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, UDFിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ട്. ഈ മീനങ്കൽ കുമാർ പിന്നെ വരുമ്പോൾ മീനങ്കൽ കുമാർ അവിടെ കുറേ ഏർപ്പാടുകൾ നടത്തി. അതായത് GRNൽ അറിയാതെ GRNലിൻ്റെ മുഖം കാണിച്ചുകൊണ്ട് GRNലുമായിട്ടുള്ള CPIയുടെ സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള ബന്ധമുണ്ടല്ലോ, GRNലിനെ വിറ്റ് പുട്ടടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഇത് GRNലിൻ്റെ ശ്രദ്ധയപ്പെട്ടു, പാർട്ടിയുടെ ശ്രദ്ധയപ്പെട്ടു. CPI നടപടിയെടുത്ത് കഴിയുമ്പോൾ ഈ മീനങ്കൽ കുമാറിൻ്റെ പിന്നെ അതായത് നമ്മളെ ഈ ബിജു രമേശ് ഉണ്ടല്ലോ, നമ്മളെ രാജധാനി, അതെ ബിജു രമേശ് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ അബ്കാരി കോൺട്രാക്ടർ, നന്നായി സംസാരിക്കാനും അറിയാവുന്ന ആൾ. ഇടയ്ക്ക് വേറെ പാർട്ടിയിലൊക്കെ പോയി ഒക്കെ പോയായിരുന്നു. നന്നായി വർത്തമാനം പറയാൻ അറിയാവുന്ന ആളാണ്. ബാർക്കോഴ കേസൊക്കെ 2016 തെരഞ്ഞെടുപ്പിൽ പുള്ളിയാണ്. അടൂർ പ്രകാശിന്റെ ഈ ബന്ധുവാണ് ഈ പിന്നെ ബിജു രമേശ്, അറിയാമല്ലോ. രണ്ടുപേരെയും മക്കൾ തമ്മിൽ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം അത്രയും വലിയ ചക്കര ഈച്ചയും പോലെയുള്ള ബന്ധമാണുള്ളത്, അടുത്ത ബന്ധമാണ്. രണ്ടുപേരെയും മക്കൾ തമ്മിലാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അവർക്ക് കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ മുത്തശ്ശന്മാരാണ് രണ്ടുപേരും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ബിജു രമേശിൻ്റെ ഒരു ബന്ധുവുണ്ട് യമഹ സുരേന്ദ്രൻ്റെ ഒക്കെ ഇവരുടെ ഒരു ബിനാമിയാണ് മീനങ്കൽ കുമാർ എന്ന ഒരു ആക്ഷേപം പൊതുവെ തലസ്ഥാന നഗരിയിൽ നിന്ന്, 2 തലസ്ഥാനത്തെ ജില്ലകളാണ് വാമനപുരവും നെടുമങ്ങാടും. അപ്പോൾ ഈ നെടുമങ്ങാട് മീനങ്കൽ കുമാറിനെ പ്രേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശ് എന്താ വെച്ചാൽ ബേസിക്കലി ഒരു മുസ്ലിം വിരുദ്ധനാണ്. പുറത്തോട്ട് മതേതരത്വം പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കടുത്ത വർഗീയവാദിയാണ്. ആലോചിച്ച് നോക്കണം, ഇപ്പുറത്ത് മുസ്ലിം തീവ്രവാദികളുടെ ആളായിട്ടുള്ള ഷാഫി അങ്ങനത്തെ ആൾക്കാരെ പിന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആളുകളെ പ്ലേസ് ചെയ്യുന്നു. SDPയുടെ ഒരു റിക്രൂട്ടിംഗ് ഏജന്റായിട്ട് മാറുന്നു. ഇപ്പുറത്തെ മുസ്ലിം വിരുദ്ധനായിട്ടുള്ള അടൂർ പ്രകാശ്, ഇവരൊക്കെ തമ്മിൽ യോജിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വർഗീയതയൊന്നും അല്ല പ്രശ്നം, അവർക്ക് കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഈ മീനങ്കൽ കുമാറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അടൂർ പ്രകാശ് കത്ത് കൊടുക്കുന്നു. അപ്പോൾ പിന്നെ UDFിൻ്റെ പിന്നെ കൺവീനറാണ്, MP ആണ്, മുൻ മന്ത്രിയാണ്. പിന്നെ MP എന്നുള്ള രീതിയിൽ ഖാർഗെക്ക് അറിയാവുന്നതാണ്. കാരണം UDFിൻ്റെ കൺവീനർ എന്നുള്ള രീതിയിലും ഖാർഗെയായിട്ട് ഇത് നടക്കുന്ന ഖാർഗെക്ക് കത്ത് കൊടുക്കുന്നു.
മീനൽ കുമാറിന് സീറ്റ് കൊടുക്കണമെന്ന്. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും വളരെ സ്ട്രോങ് ആയിട്ട് BRM ഷഫീറിന് സീറ്റ് കൊടുക്കണമെന്നാണ്. ആ ചെറുക്കിന് കൊടുക്കേണ്ടതാണ്. കാരണം BRM ഷഫീർ ഒന്നല്ലേ തൊണ്ടയിട്ട് ഇരുന്ന് പിന്നെ കോൺഗ്രസ് പണി എടുക്കുന്നതാ. 5 പൈസ കൊണ്ട് ഉണ്ടാക്കിയിട്ടുമില്ല സത്യം പറഞ്ഞാൽ. ആ പൊട്ടനാന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം സാധാരണ കോൺഗ്രസ്സുകാരൊക്കെ ആണെങ്കിൽ പൈസ ഉണ്ടാക്കാനെങ്കിലും നോക്കി, ഇത് അതിനും പോലും പഠിച്ചിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ കിടങ്ങെന്നേ ഞാൻ പറയത്തുള്ളൂ BRM ഷഫീറിനെ. കാരണം ബുദ്ധി ഉണ്ടെങ്കിൽ പൈസയെങ്കിലും ഉണ്ടാക്കണം. ഈ കോൺഗ്രസിനകത്ത് നിന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം ഉണ്ടാക്കുകയും വിഡ്ഢിയായിട്ട് പാവമായിട്ട് ഈ കതറ് വിട്ട് രാവിലെ തൊട്ടങ്ങ് ഇറങ്ങുക. അവരുടെ പ്രൊഫഷനിൽ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഹൈക്കോടതിയിലെ ഒരു ലീഡിങ് അഡ്വക്കേറ്റ് ആയിട്ട് മാറിയല്ലേ. അതുപോലും കേന്ദ്രീകരിക്കാൻ കഴിയാതെ പാവങ്ങളെ കേസൊക്കെ ഫ്രീ ആയിട്ടൊക്കെ വാദിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ചാരിറ്റി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. തികഞ്ഞ മതേതരവാദിയാണ്. ഗാന്ധിയൻ കോൺഗ്രസിൻ്റെ വക്താവാണ്. അപ്പം പിന്നെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി വെച്ചുകൊണ്ട് രണ്ടുപേരും BRM ഷഫീറിന് വേണ്ടി സ്ട്രോങ് ആയിട്ട് വാദിച്ചു. അങ്ങനെ ഇത് പെൻഡിങ് വെച്ച് ഈ സീറ്റ് പെൻഡിങ് വെച്ച സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി, ഞാൻ പറഞ്ഞല്ലോ വീട് കത്തുമ്പോൾ വാഴ വെട്ടുക എന്നുള്ളത് ഷാഫിയുടെ സ്ഥിര സ്വഭാവമാണ്. ഷാഫി നേരെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാമനപുരത്ത് പിടിമുറക്കി. വാമനപുരത്ത് വരേണ്ടത് രമണി പി നായരാണ്. അവരെ 2016 അവർക്ക് സീറ്റ് കിട്ടുമെന്ന് കരുതി അവസാനം ആനാട് ജയനാണ് വന്നത്. അപ്പം പിന്നെ അന്ന് ആ സീറ്റ് മേടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെന്നിത്തലയെ വെള്ളാപ്പള്ളി ഭീഷണിപ്പെടുത്തിയിട്ടാണ് കൊടുക്കുന്നത്. സത്യം പറഞ്ഞത് നായന്മാരെ ഒരു മണ്ഡലമാണ്. അപ്പം രമണി പി നായർ 2 തവണ 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ നിന്ന് വൻഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സീറ്റിൽ നിന്ന് വരെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. ജില്ലാ പഞ്ചായത്ത് മുന്നേ അധ്യക്ഷയായിരുന്നു. സംസ്ഥാനത്ത് ഇന്നും വനിതാ നേതാക്കന്മാരിൽ ഏറ്റവും മുതിർന്ന ആളൊക്കെ വിസ് സെക്രട്ടറിയാണ്. അന്ന് ഒരു പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ പോയിട്ട് അനുനയിപ്പിച്ചാണ് അവർ പിന്നെ രംഗത്തോട്ട് വരുന്നത്. ഇത്തവണ അവരുടെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു, കൊടുക്കേണ്ടതാണ്. മുതിർന്ന, അതായത് അന്നത്തെ കാലത്ത് KSUവിലൂടെ കടന്നു വന്നതാണ്. ഇപ്പം പിന്നെ പ്രായം കുറയായി. ഇനി അവർക്കൊരു അംഗത്തിന് വാല്യൂ ഇല്ല, കൊടുക്കേണ്ടതായിരുന്നു. ആ കാവ്യനീതി പോലും നടപ്പിലാക്കാതെ ഇപ്പുറത്തെ തർക്കമാണെന്ന് കണ്ടപ്പം നേരെ BRM ഷഫീറിനെ വെട്ടുകയും വേണം, സുധീർ ഷാ പാലോടിനെ കൊണ്ടുവരാൻ പറ്റുന്ന ചാൻസുമായിട്ട് ഷാഫി ഇതങ്ങ് ഉപയോഗിച്ചു. ഷാഫി കേസ് മുഖേന രാഹുൽ ഗാന്ധിക്ക് കത്ത് കൊടുത്തു. ഷാഫിയും ഈ പറഞ്ഞ പോലെ അടൂർ പ്രകാശിനെ പോലെ ബാർഗനിങ് കപ്പാസിറ്റി ഉണ്ട്. ഇതിനകത്ത് ഇവരുടെ മറ്റേ കോർ കമ്മിറ്റിയോ മറ്റേ കമ്മിറ്റി, ആ കമ്മിറ്റിക്കകത്തൊക്കെ ആളുമാണ്. വർക്കിംഗ് പ്രസിഡൻ്റാണ്, MP ആണ്, പിന്നെ MLA ആയിരുന്ന ആളാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. പിന്നെ ഇന്ന് നാഷണൽ ലെവലിൽ തന്നെ മുസ്ലിം ഫേസുകൾ അധികം ഇല്ലാത്ത കാലത്ത് ഷാഫി പിന്നെ നന്നായിട്ട് സംസാരിക്കാനും അറിയാം, ഇംഗ്ലീഷ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അങ്ങനെയൊക്കെയുള്ള ഇത് വന്നപ്പം നേരെ മറ്റേ ആള് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് അടൂർ പ്രകാശ് കത്ത് കൊടുക്കുന്നു. ഇപ്പുറത്ത് ഷാഫി രാഹുൽ ഗാന്ധിക്ക് തന്നെ കത്ത് കൊടുക്കുന്നു. അങ്ങനെ ഈ സുധീർ ഷാ പാലോടിനെ അവിടെ കൊണ്ടുവന്നു. അതിനകത്തുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അടൂർ പ്രകാശും ഷാഫിയും തമ്മിൽ അന്തർധാര ഉണ്ടാക്കി. ഇവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു റോഡിൻ്റെ അപ്പുറവും ഇപ്പുറമാണ് വാമനപുരവും നെടുമങ്ങാടും. തൊട്ടടുത്തടുത്ത 2 മണ്ഡലങ്ങളിൽ മുസ്ലിം കാൻഡിഡേറ്റ്സ് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെന്ന് പറഞ്ഞാൽ ജാതി മതമൊക്കെ വലിയ ഘടകമാണ്. ബാക്കിയുള്ള പോലെയല്ല. അത് ക്രിസ്ത്യൻ നാടായാലും ഹിന്ദു നാടായിരുന്നു വരെ നോക്കുന്ന ഒരു നാടാണ്. ലത്തീന്, മുസ്ലിം, നായർ, ഈഴവ എന്നൊക്കെ പറഞ്ഞ് അത്ര ചിന്താഗതിയുള്ള സ്ഥലമാണ്, ജാതി ചിന്തയുള്ള സ്ഥലമാണ്. അപ്പുറത്തും മുസ്ലിം കാൻഡിഡേറ്റ് ഇപ്പുറത്തും മുസ്ലിം കാൻഡിഡേറ്റ് വരാൻ പറ്റത്തില്ലല്ലോ. BRM ഷഫീറിനെ വെട്ടാൻ വേണ്ടിയിട്ട് അടൂർ പ്രകാശും ഷാഫി പറമ്പിലും കൂടെ ഒത്തിട്ട് കളിയായിരുന്നു സുധീർ ഷാ പാലോടിനെ ഇറക്കിയത്. ഈ സുധീർ ഷാ പാലോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീർ ഷാ പാലോട് പറയുന്നത് ത്യാഗങ്ങൾ സഹിച്ചു എന്നൊക്കെയാണ് ഷാഫിയൊക്കെ പറയുന്നത്. എന്ത് ത്യാഗം സഹിച്ചു? രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ കേസുണ്ടാവും. ഈ കേസുകളെല്ലാം പിന്നെ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തു. സുധീർ ഷാ പാലോടിനെതിരെ നിലവിലുള്ള കേസുകൾ നമ്മളിപ്പോൾ 10, 30, 40 കേസ്, ഇപ്പോൾ ഒന്നുമില്ലാതിട്ട് നമുക്ക് തന്നെ 10, 15 കേസായി. അപ്പോൾ കേസുകൾ ഇഷ്ടം പോലെ വരും. പിഴ അടയ്ക്കാവുന്ന കേസുകളാണ്, ഫൈൻ അടച്ചു പോരാവുന്ന കേസുകൾ മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ അവൻ്റെ ചോര പൊടിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ അഭിജിത്ത് എന്നൊക്കെ പറയുന്ന ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നാദാപുരത്ത് നിൽക്കുന്ന പഴയ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റ് ആവാൻ യോഗ്യനായിരുന്നു, അവനെ വെട്ടിയതാണ്. അഭിജിത്തൊക്കെ എത്ര അടി കൊണ്ടിട്ടുണ്ട്. റിയാസ് മുക്കോളി എത്ര അടി കൊണ്ടിട്ടുണ്ട്. റിയാസ് മുക്കോളിയെ സീറ്റ് പോലും ഇല്ല. 5 വർഷം റിയാസ് മുക്കോളി പട്ടാമ്പിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞ തവണ തോറ്റു. പക്ഷേ അവിടെ തന്നെ CR മഹേഷ് 2016 തോറ്റപ്പോൾ കരുനാഗപ്പള്ളിയിൽ കേന്ദ്രീകരിച്ചതുപോലെ അവിടെ ഒരു വീടെടുത്ത് പട്ടാമ്പി മണ്ഡലത്തിൽ താമസിച്ച് ആ പാവപ്പെട്ടവൻ അവിടെ ഒരുപാട് കാര്യങ്ങൾക്കകത്ത് പണിയെടുക്കുകയും നല്ല കേട്ടറാണ്. റിയാസ് മുക്കോളിയെ ഷാഫി വെട്ടിയതാണ്. ഷാഫിയെ കളിച്ചിട്ടാണ് വെട്ടിയത് റിയാസ് മുക്കോളി. കാരണം പാലക്കാട് ജില്ലയിൽ നിന്ന് വേറൊരുത്തം വരരുത്. മുസ്ലിം നേതാക്കന്മാരവൻ പറയുന്നത് കേൾക്കുന്നവരല്ലാതെ അവനേക്കാൾ കഴിവുള്ളവർ വരരുത് രംഗത്ത്. അതാണ് ഷാനിബിന് അതുകൊണ്ടാണ് പോയത്. റിയാസ് മുക്കോളി കഴിവുള്ളതാണ്. റിയാസ് മുക്കോളി വന്നു കഴിഞ്ഞാൽ റിയാസ് മുക്കോളി കഴിവ് തെളിയിക്കുന്നുള്ളത് അറിയാം. സിദ്ദിഖിനെ വെട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് വെട്ടാതിരുന്നത്. ആര്യാടൻ ഷൗക്കത്തിനെയും വെട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് വെട്ടാത്തത്. അപ്പം അങ്ങനെ ഉണ്ട്. കഴിവുള്ളവർ വരുന്നതിൽ ഷാഫിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പം പിന്നെ അതേസമയം കഴിവില്ലാത്തവർ വരുന്നതിന് കുഴപ്പമില്ല. വാൻപർ സാഹത്തിനെ കൊണ്ട് ഷാഫിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഈ റിയാസ് മുക്കോളിയെ വെട്ടിയതുപോലെ തന്നെ BRM ഷഫീറും കഴിഞ്ഞ 5 വർഷമായിട്ട് നെടുമങ്ങാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. അവിടെ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഇടപെടുകയും എന്നാൽ സംസ്ഥാനത്താകെ ക്യാമ്പയിന് പോവുകയും ചെയ്യും. ഇടയ്ക്ക് ആവേശം കൂടി എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്, അതിനകത്തൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അപ്പം
ഈവൻ കൃത്യസമയത്ത് ഷാഫ് ഇത് വെട്ടാൻ വേണ്ടി സുധീർ ഷാ പാലോടിനെ ഇറക്കി. സുധീർ ഷാ പാലോട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അമ്പലത്തിലൊക്കെ പോയിട്ട് പുട്ടുതൊട്ട് പിന്നെ നാടകം കളിച്ചുകൊണ്ടിരിക്കുക. SDPയുടെ സ്ലീപ്പർ സെല്ലാണ്. ഒരാൾ ഖാർഗെ വഴി ഓപ്പറേറ്റ് ചെയ്തു, മറ്റേ ആൾ രാഹുൽ ഗാന്ധി വഴി ഓപ്പറേറ്റ് ചെയ്തു. ഖാർഗയ്ക്കും രാഹുൽ ഗാന്ധിക്കും പാവങ്ങൾ അതുങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല. അവർ നോക്കുമ്പോൾ ഒരാൾ UDF കൺവീനറാണ്, ഒരാൾ വർക്കിംഗ് പ്രസിഡൻ്റാണ്, കത്ത് തരുന്നത്. പരിഗണിക്കാതിരിക്കാൻ പറ്റുമോ? പരിഗണിച്ചു. ഇവർ നോക്കിയപ്പോൾ ഇപ്പുറത്തെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വന്നാൽ അപ്പുറത്തെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ ഇടണ്ട. അപ്പം അവിടെ നേരെ മീനങ്കൽ കുമാറിനെ കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യാൻ പറ്റി. മീനങ്കൽ കുമാർ ഞാൻ പറഞ്ഞല്ലോ, CPI അയാൾക്കെതിരെ നടപടിയെടുത്തത് GRNL വിറ്റ് കാശാക്കി എന്നുള്ളതിൻ്റെ പേരിലാണ്. മാത്രമല്ല ഇതിനകത്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഉപകരണ സംഗീത പിന്നെ വായനയിൽ വൈദഗ്ധ്യം ഉള്ളത് നോക്കിയിട്ട് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ഷാഫിയുടെ സ്വഭാവം എന്ന് പറയുന്നത് കോൺഗ്രസിന് ഭയങ്കര നാശമായിട്ട് തന്നെ തീരുന്ന കേസാവും. മാത്രമല്ല നേമൻ ഷജീറിനെ കുറിച്ചും അഭിപ്രായമുണ്ട്. നേമൻ ഷജീർ കോർപ്പറേഷനിലേക്ക് ശബരിയുടെ നേതൃത്വത്തിൽ നിലവിലുള്ള സ്ഥിതി അവർ മെച്ചപ്പെടുത്തി, കൂടുതൽ സീറ്റുകൾ പിടിച്ചു. കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ 2020 കൂടുതൽ 2025 സീറ്റ് പിടിച്ചു ശബരിയുടെ നേതൃത്വത്തിൽ. പക്ഷേ നേമൻ ഷജീർ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള നേമൻ ഷജീർ ദയനീയമായിട്ട് തോറ്റു. ചില കേസുകൾ ഒതുക്കുന്നതിനകത്ത് പങ്കുടുത്തലുമായിട്ട് ബന്ധപ്പെട്ട ചില കേസുകൾ, വെള്ളായണി കേസ് ഉൾപ്പെടെ ഒതുക്കുന്നതിനകത്ത് നേമൻ ഷജീറിന് റോൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. അതൊക്കെ പൊങ്ങോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യം. അപ്പോൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ സതീശനും ചെന്നിത്തലയും വളരെ മാന്യമായ സ്റ്റാൻഡ് എടുത്തിരുന്നു, വളരെ നിലപാടെടുത്തിരുന്നു. പക്ഷേ അത് ചില ഭാഗത്തുനിന്ന് വെട്ടലുകൾ വന്നിട്ടുണ്ട്. രമണി പി നായരുടെ കാര്യത്തിൽ KC വേണുഗോപാലിനും താല്പര്യം ഉണ്ടായിരുന്നു, രമണി പി നായരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. KCക്ക് താല്പര്യം ഉണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ കൂടെ ഷാഫിയും അടൂർ പ്രകാശും കൂടെ ഇങ്ങനെ ഒരു കളി കളിച്ചു. ഇതിനകത്ത് ഏറ്റവും വിചിത്രമായ കാര്യം, ഒരാൾ അങ്ങേയറ്റത്തെ തികഞ്ഞ മുസ്ലിം വിരുദ്ധൻ, മറ്റേ ആൾ മുസ്ലിം വർഗീയവാദികളുടെ ഐക്കോണിക് ഫേസ് ആയിട്ട് അവരെ സ്ലീപ്പർ സെല്ലിലുള്ള ആൾക്കാരെ ഇതിനകത്ത് റിക്രൂട്ട് ചെയ്യുന്ന ആൾ. ഇതെന്തായിരുന്നാലും വാമനപുരത്തും നെടുമങ്ങാടും രണ്ടും അവരുടെ സിറ്റിംഗ് സീറ്റല്ല. നെടുമങ്ങാട് മണ്ഡലത്തിൽ ഇനിയിപ്പോൾ മത്സരം ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് നടക്കാൻ പോകുന്ന മീനങ്കൽ കുമാർ ചിത്രത്തിലില്ല. യുവരാജ് ഗോകുലും GRNലും തമ്മിലുള്ള മത്സരമായിട്ട് അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വാമനപുരത്ത് തോൽവി അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുധീർ ഷാ പാലോട് എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ട്രെൻഡ് വല്ലതും മാറിക്കഴിഞ്ഞാൽ, അത്രയും വലിയൊരു ട്രെൻഡ് അടുത്ത മുന്നണിക്കെതിരെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു കൊടുങ്കാറ്റ് ഇപ്പോൾ സുനാമി അടിക്കുന്ന പോലെ, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ ഒരു സുനാമി വീശി അടിച്ചു കഴിഞ്ഞാൽ, അടുത്ത വർഷം വരുന്ന സുനാമി വീശി അടിച്ചാൽ മാത്രം രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിൽ ആ 2 സീറ്റും LDF നിലനിർത്തും എന്നുള്ളതാണ്. നെടുമങ്ങാടാണെങ്കിൽ 2ാം സ്ഥാനത്ത് BJP വരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്.